കേമദ്രിമ യോഗം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ ഇതിന് എത്ര വലിയ ചക്രവർത്തി എന്ന് പറഞ്ഞാലും ശരി, പിച്ച ചട്ടി എടുത്ത് ചെയ്യും. പരിഹാരങ്ങളും പറഞ്ഞു കൊടുത്തു, അവർ ചെയ്തു. കറക്റ്റ് ഒരു 3 മാസമായപ്പോൾ തന്നെ അയാൾ പ്രഗ്നൻ്റായി. പാടുകൾ ഉണ്ടാവും, ചില പാടുകൾ വരും, പാമ്പിനെ പോലെയൊക്കെയുള്ള ദേഹം. ഞാനൊരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് എല്ലാവരെയും വിട്ട് നാട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ചിലപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തതല്ലായിരിക്കാം, മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിരിക്കാം. അത് ആ ജനനത്തോടെ ശാപമായിട്ട് വരാം. ആ ശാപം ഉണ്ടാകുമ്പോഴത്തേക്കാണ് ശരീരമാസകാലം വ്രണവും മാറി അത് പിന്നെ പുള്ളിക്ക് നല്ലൊരു ജീവിതമായി ഇന്നും ആ പുള്ളി നല്ലതായിട്ട് ജീവിക്കും. ജാതകത്തിൻ്റെ ആദ്യ ഘട്ടം നമ്മൾ റെഡിയാക്കിയിട്ട് 2ാം ഘട്ടം അതിനകത്ത് യോഗങ്ങൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ എന്താണെന്നൊക്കെ കണ്ടുപിടിക്കും. ഭസ്മം ജപിച്ചിട്ടു ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി പൂജാ റൂമിൻ്റെ അവിടെ നിന്ന് പാമ്പ് എഴയും പോലെ എഴിഞ്ഞ് ആ മുറ്റത്തിറങ്ങി മുറ്റത്ത് അങ്ങ് അറ്റം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരിങ്ങനെ നടത്തും. അല്ലെങ്കിൽ അവരുടെ പോക്കറ്റ് പോകുന്ന ആളുടെ പോക്കറ്റ് കാലിയാവും തോറും മറ്റൊരാളുടെ പോക്കറ്റ് വീർത്തുകൊണ്ടിരിക്കും. അതെ, പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ അത് സ്വയം ക്ഷമിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ജ്യോതിഷാചാര്യൻ ഏതാണ്ട് 35 വർഷത്തോളം ഈ ഒരു മേഖലയിൽ ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന പത്മനാഭൻ പോറ്റിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. തുടക്കം എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഇതിലൂടെയൊക്കെ വലിയ വാത്സല്യമുള്ളൊരു കൂട്ടത്തിലാണ്. ഞാൻ ജനിച്ചു വളർന്നതിന് പാരമ്പര്യമായിട്ട് ഇതൊക്കെ ഉള്ളൊരു കുടുംബത്തിലൊരു അംഗമാണ്. അച്ഛനപ്പൂപ്പന്മാർ ജ്യോതിഷം, മാന്ത്രികം, താന്ത്രികം, അതിലുപരി എൻ്റെ അച്ഛൻ വൈദ്യനായിരുന്നു, മർമാണിയായിരുന്നു, ഒരു ആർമിക്കാരനായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിലൊരു അംഗമാണ് ഞാനും. വേണമെങ്കിൽ സകല കലാ വല്ലഭൻ എന്നൊക്കെ പറയാം, എന്ന് സകല അറിവിൻ്റെ വല്ലഭൻ എന്നും പറയാം. അത് അച്ഛനെ അങ്ങനെ വിശേഷിപ്പിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കുഞ്ഞാണ് ഞാനും. അപ്പോൾ ഏകദേശം വിദ്യാഭ്യാസം ഒരു നോർമലിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇതിലോട്ടായിരുന്നു, ഈ പൂജാ ലെവലിലും ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലോട്ടായിരുന്നു. അച്ഛനൊന്ന് ചോദിച്ചില്ലേ എന്തെങ്കിലും? ഞാൻ ആർമിയിലാണ്, അപ്പം എൻ്റെ മോനെയും അല്ലെങ്കിൽ എൻ്റെ മക്കളെയും ആണ് അവിടെയും പറയുന്നുണ്ട്. അച്ഛൻ അങ്ങനെ ഒരു ഇതുമായിട്ട് ഞാൻ അച്ഛൻ തമ്മിൽ തെറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായി വലിയ കാലത്ത്. കാരണം ഞങ്ങൾ അച്ഛനെ 5 മക്കളാണ്. ആ മൂത്താൾ ആണാണ്, ജ്യേഷ്ഠൻ, 2ാമത്തെ ചേച്ചി, 3ാമത്തെ ജ്യേഷ്ഠൻ, 4ാമത്താണ് ഞാൻ. എൻ്റെ ഇളവ് ഒരു സഹോദരിയുണ്ട്. അപ്പോൾ മൂത്ത ജ്യേഷ്ഠനെ അന്ന് ആർമിയിലോട്ടൊക്കെ വിടണമെന്നുള്ള ഒരു താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നു അച്ഛൻ. ചേട്ടന് ചില ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് പറ്റിയില്ല. പിന്നെ 2ാമത്തെ ചേട്ടനോടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഓവർ തടിയും കാര്യങ്ങളായിട്ട് അതും നടന്നില്ല. എന്നില്ലായിരുന്നു, ഏക പ്രതീക്ഷയായിരുന്നു എന്നില്ലായിരുന്നു. പക്ഷേ ആർമിയിൽ പോകണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് എൻ്റെ മനസ്സിനകത്ത് തോന്നിയ കുറേ ഈ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയത. അന്ന് ഈ തോന്നലുണ്ടായി എത്രാമത്തെ വയസ്സിലാണ്? അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 11-12 വയസ്സ്. 9 വയസ്സിൽ ഉപനയനം കഴിഞ്ഞു. ഒരു 10-12 വയസ്സിനകത്തുള്ള ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് എന്നെ ഒരു സ്റ്റെപ്പിൽ കൊണ്ടുപോയിട്ട് അച്ഛന് മിലിറ്ററിയിലോട്ട് ഒരു 10-18 വയസ്സൊക്കെ ആകുമ്പം 20 വയസ്സിനകത്തൊക്കെ കയറ്റി വരണമെന്നൊക്കെയുള്ള ഒരു ഉദ്ദേശമായിരുന്നു അച്ഛനുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഞാനത് പിടികൊടുത്തില്ല. ഞാനൊരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് എല്ലാവരെയും വിട്ട് നാട് വിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതാണ് നാട് വിടൽ. നമ്മൾ ഇപ്പോൾ ഓവറായിട്ട് പോകുന്ന ആ ഒരു ഘട്ടമാണ് എല്ലാവരും ചിന്തിക്കുന്നു. ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസം, ജനമെല്ലാം തിരുമല ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എന്നാൽ ഈ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെയാണ് നാട് വിട്ടു. ഞാൻ ഒളിച്ച് താമസിച്ചുകൊണ്ടിരുന്നു. ഒളിവിലായിരുന്നു. ഈ 12 വയസ്സിൽ 13 വയസ്സിൽ ഇവിടുന്ന് പോയി ഏകദേശം ഒരു 19 വയസ്സിനോളം ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ വിഴിഞ്ഞം മുക്കോല മുല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അവിടെ അന്ന് ശാന്തിയായിട്ട് ശാന്തിപ്പണിയും ചെയ്ത് എൻ്റെ ഉപജീവനം നടത്തി ഞാൻ അന്ന് അവിടെ താമസിച്ച് ശാന്തി കഴിച്ചിട്ടുണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തന്നെ കുറച്ച് അവിടെയൊക്കെ കുറച്ച് മന്ത്രവാദവും കാര്യങ്ങളും അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ശിഷ്യത്വം കുറച്ച് സ്വീകരിച്ചു. പിന്നെ എൻ്റെ പൂജാ ലെവലിൽ കുറച്ച് ഞാൻ പൂജാ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ജ്യോതിഷത്തിൻ്റെ തുടക്കം വെച്ചുകൊണ്ട് ഞാൻ ഒരു സുപ്രഭാതത്തിൽ വന്നു. ഇപ്പോൾ നേരത്തെ ഞാൻ ഈ മന്ത്രവാദത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബോ അല്ലെങ്കിൽ മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല മേഖലയുള്ള കാര്യങ്ങൾ വരും. നമ്മളത് കൂടുതൽ പഠിക്കാനും ഒക്കെ ശ്രമിക്കും. അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല, ഇൻ്റർനെറ്റില്ല,
ടി വി പോലും പലയിടത്തും ഇല്ല എന്നൊരവസ്ഥ. ടി വിയിലൊക്കെ 1-2 ചാനലല്ലേ ഉള്ളൂ. ഇതെങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്? ആരെങ്കിലും പറഞ്ഞതാണോ, കണ്ടതാണോ? അല്ല, മന്ത്രവാദത്തിൻ്റെ ഇത് ചിന്തിക്കുമ്പോൾ അതിൽ അന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ടായ കാലഘട്ടങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഞാൻ ഏറെക്കുറെ മറന്നുപോയി. എന്നാലും അന്ന് ഉണ്ടായ ആ അനുഭവം പറയാം. അത് എൻ്റെ ഇല്ലത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് അച്ഛൻ ചെയ്ത മന്ത്രവാദത്തിൽ നിന്നുള്ള അനുഭവം എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പിന്നെ ബാധ ഒഴിപ്പിക്കലും ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ അച്ഛനുണ്ട്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ബാധ ഒഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അന്ന് എൻ്റെ വീട്ടിലെ മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചരളായിട്ടുള്ളൊരു ഇതാണ്. ആ പുള്ളിക്ക് പിന്നെ മന്ത്രവാദത്തിന് കൊണ്ടുവന്ന ആ വ്യക്തിക്ക് സർപ്പത്തിൻ്റെ ഉപദ്രവം ഉണ്ടായിരുന്നു. സർപ്പദോഷം. അപ്പം ഇത് മാറ്റാനായിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരികയാണ്. അപ്പം അച്ഛൻ ഭസ്മം ജപിച്ചിട്ടു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി പൂജാ റൂമിൻ്റെ അവിടെ നിന്ന് പാമ്പ് എഴയും പോലെ എഴഞ്ഞ് ആ മുറ്റത്തിറങ്ങി മുറ്റത്ത് അങ്ങ് അറ്റം പിന്നെ വരെ അത് എഴഞ്ഞു പോയി തിരിച്ച് അതേപടി പാമ്പ് എഴുമ്പോൾ കയറി പൂജാ റൂമിൻ്റെ അവിടെ വന്നു എന്നുള്ളതാണ് സത്യം. ചരലിലൂടെ ശരീരം ഒരു ശകലം പോലും പിന്നെ മുറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് പെട്ടെന്നൊരു ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് ഈ ശരീരം മുറിയാത്തതിന് കാരണം? അത് ഈ പറഞ്ഞ ഈ ഇത് ആ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നുകൊണ്ടായിരിക്കാം. ഒരു ശക്തി അടങ്ങിയിരിക്കുന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഉണ്ട്. സർപ്പ ദോഷമോ അല്ലെങ്കിൽ സർപ്പ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉപദ്രവങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത് സംഭവിക്കാം എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ അതിനുശേഷം എന്താണ് ഈ വ്യക്തിക്ക് എങ്ങനെ ദോഷം മാറിയോ? പൂർണ്ണമായിട്ട് മാറി. അത് പിന്നെ പുള്ളിക്ക് നല്ലൊരു ജീവിതമായി. ഇന്നും ആ പുള്ളി നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്. എനിക്കൊരു സംശയം, ഈ സാധാരണ സർപ്പദോഷമൊക്കെ വരുമ്പോൾ ശരീരത്തൊക്കെ ചില വടിവുകൾ ഇതുപോലെ പാടുകൾ ഉണ്ടാവും. ചില പാടുകൾ വരും. പാമ്പിനെ പോലെയൊക്കെയുള്ള ദേഹമൊക്കെ ഉണ്ടായി വരുന്ന അതൊരു ശാപത്തിന്റെ. സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ 2-3 വിധത്തിലുണ്ടാവാറുണ്ട്. സർപ്പശാപം ഉണ്ടാവാറുണ്ട്. ആ ശാപം ഉണ്ടാകുമ്പോഴത്തേക്കാണ് ശരീരമാസകലം വ്രണവും പഴുത്തൊലിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത്. സർപ്പദോഷം, പിന്നെ സർപ്പബാധയുടെ ഉപദ്രവം. ഞാനിത് 3 ഈ സർപ്പശാപം എന്താണ്? ഈ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പിന്നെ ഇപ്പം മനഃപൂർവ്വം ആരും ഒരു ജീവികളെ കൊല്ലാറില്ല. എന്നാലും ചിലപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തതല്ലായിരിക്കാം, മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിരിക്കാം. അത് ആ ജനനത്തോടെ ശാപമായിട്ട് ഇനി വരാം. ജനനം ശാപമായിട്ട് ആ കുഞ്ഞ് ജനിച്ചെങ്കിൽ വരാം. ആ കുഞ്ഞിന് ശാപം ഉണ്ടാവാം. ജന്മജന്മാന്തരങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. ദോഷം എന്താണ്? ദോഷം ഏത്? ഈ സർപ്പദോഷം എന്ന് പറയുന്നത് എന്താ? ദോഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ പിന്നെ ഗ്രഹനിലയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ആ ദശയുടെ ഇതനുസരിച്ചിട്ട് വരുന്നതാണ് സർപ്പദോഷം. ബാധ അത് ജപ ഇതായിട്ട് പിന്നെ വല്ല ദുർമന്ത്രവാദ രീതിയിൽ വല്ലതും വരുന്നതാണ്. ദുർമന്ത്രവാദികൾ ചെയ്യുന്നതാണ് ഈ ബാധ എന്നുള്ള സാധനം. ഈ കാലഘട്ടങ്ങളിൽ കുറവാണ്. അപ്പോൾ ഈ സർപ്പദോഷം വരുമ്പോൾ നമുക്ക് ഈ അതിൽ നിന്ന് മാറ്റം, എനിക്ക് മാറ്റം വേണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഈ ഗ്രഹനില പ്രകാരം ഉള്ള സർപ്പദോഷമാണ് എന്നുണ്ടെങ്കിൽ നാഗർക്ക് യഥാവിധി വേണ്ട പൂജാതി കാര്യങ്ങൾ ചെയ്ത് ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ്. ശാപം മാറാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബാധയുടെ ഇത് വന്നു കഴിഞ്ഞാൽ അത് മാറ്റം ചെയ്യും. ശാപത്തിൻ്റെത് മാറ്റാൻ ബുദ്ധിമുട്ടില്ല. അത് തലമുറയായിട്ട് വരുന്ന ഇതാണ് ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിക്കലും മാറില്ല എന്നല്ല, അതിന് എനിക്കറിയില്ല. എൻ്റെ ആ ഒരു ഈ ബാധ ഏൽക്കുമ്പോഴേ സർപ്പബാധ ഏൽക്കുന്ന ബാധ നമ്മൾ എങ്ങനെയാണ് അത് ഉപദ്രവിക്കുന്നത്? സാധാരണ നമ്മളിങ്ങനെ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും റൂമിൽ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രൂപങ്ങളായിട്ടാണോ അതോ പാമ്പ്? അല്ലല്ല, അത് മനുഷ്യ മനസ്സിൻ്റെ ആ ഒരു ചാഞ്ചാട്ടമാണ്. അത് ഒന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിനകത്ത് നെഗറ്റീവ് എനർജി തോന്നുമ്പോൾ ഉണ്ടാകുന്ന ആ പെരുമാറ്റങ്ങൾ. പക്ഷേ അവിടെ നിന്നും ഇതിൻ്റെ ഒരു മാറ്റം നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അതിനെ മാറ്റാനായിട്ടാണ് ഉണ്ടെങ്കിൽ നമ്മുടെ ദിനചര്യങ്ങളും മറ്റ് പ്രവൃത്തികളും ആ ഒരു ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തുണ്ടാവും. അതോടൊപ്പം ഈ ദോഷങ്ങൾ ആട്ടോമാറ്റിക്കലി കുറേ നമുക്ക് അതിൽ പരിഹരിച്ച് പോകാൻ പറ്റും. ഈ കണ്ണിന് കാണാൻ പറ്റുന്ന രൂപങ്ങളാണോ ഇപ്പൊ ബാധ എന്ന് പറയുമ്പോൾ? ഇല്ല, അത് ഉപബോധ മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന രൂപം, നമ്മുടെ ആ ഒരു ഉള്ളിനകത്തുണ്ടാകുന്ന ആ ഒരു പിന്നെ തോന്നൽ എന്ന് പറയാം. തോന്നൽ എന്നല്ല, അത് അതിൻ്റെ ആ ഒരു സ്പാർക്കിങ് വരുമ്പോൾ നമുക്കത് യഥാർത്ഥമാണെന്ന് തോന്നുന്നു. തോന്നലല്ല, പക്ഷെ
ഉണ്ട്, പക്ഷെ അതിന്റെ രൂപം നമുക്ക് പെട്ടെന്ന് ഇതാക്കില്ല. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അങ്ങനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സമയത്തിന്റെ കൂടെ കണക്കിലെടുത്തിട്ടാണ് ആ ഒരു ആവിഷ്കരണം അതിനകത്ത് സംഭവിക്കുന്നത്. ഒരു നമ്മൾ കണ്ടുപിടുത്തങ്ങളെല്ലാം വന്നു. ഇപ്പം സർപ്പശാപമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂജയും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ വിശ്വസിക്കപ്പെടും? അതിപ്പോൾ ജ്യോതിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ശാസ്ത്രം അതൊരു ശാസ്ത്രമാണ്. ഭയങ്കര വലിയ ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. അതിനെ പിന്നെ മാറ്റി നിർത്താൻ വേറെ ഒരു ഇതും ഇല്ല എന്നുള്ളതാണ്. ജ്യോതിശാസ്ത്രമാണ് ഇതിൻ്റെ എല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാന്ത്രികമായിട്ടുള്ളതും മറ്റുമൊക്കെ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്നെല്ലാം ഇങ്ങനെ പോന്നിട്ട് ജ്യോതിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇതുവരെ കൊണ്ട് എത്തിയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് എൻ്റെ പിന്നെ ഉപജീവനാർത്ഥം പൂജ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ ഒരു ഞാൻ ചോദിച്ചത് ഇതിന്റെ ഉത്തരം ജ്യോതിശാസ്ത്രത്തിലുണ്ട് അല്ലേ? അപ്പം നമ്മൾ തുടക്കത്തിലോട്ട് വന്ന ഞാൻ ആദ്യത്തെ എൻ്റെ ചോദ്യത്തിലോട്ട് തന്നെ വരെയാണ്. അപ്പം തുടക്കകാലങ്ങളിൽ ഇങ്ങനെ പൂജയും കാര്യങ്ങളായിട്ട് പോയി ഇൻട്രസ്റ്റിംഗ് ആയത് അച്ഛൻ്റെ ഈ പൂജാവിധികൾ കണ്ടിട്ടാണ്, ബാധ ഒഴിപ്പിക്കൽ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയായിരുന്നു ജീവിതം ഇങ്ങോട്ട്? അതിനുശേഷം ഞാൻ ജ്യോതിഷം കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അതിനെ ഒരു കുറേയൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നെ പിന്നെ അച്ഛനെ പരിചയമുള്ള ഒരു ആളുടെ അടുത്തുണ്ടാക്കി അദ്ദേഹത്തിനെ ഞാൻ പിന്നെ ഗുരുവായിട്ട് സങ്കല്പിച്ചു. അദ്ദേഹത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു 23-23.5 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഒരു കുടുംബജീവിതവും കൂടി ആയി. വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലോട്ട് ജീവിതത്തിലോട്ട് പോയി. അതിനുശേഷം അവിടെ നിന്ന് ഇവിടം വരെയും ഞാൻ ഈ ഒരു മേഖല പരിപൂർണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്നും എൻ്റെ മുമ്പിൽ പലരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും വരാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. എനിക്കറിയാവുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതുവരെ ഈ ചില പ്രശ്നങ്ങളായിട്ട് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്. അപ്പം ഒരാളുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും ഒരു പരിഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെങ്ങനെ നടത്തും. അല്ലെങ്കിൽ അവരുടെ പോക്കറ്റ് പോകുന്ന ആളുടെ പോക്കറ്റ് കാലിയാവും തോറും മറ്റൊരാളുടെ പോക്കറ്റ് വീർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ അവസാനം വരുന്ന ഇടമാണോ ഇവിടെ? അതെ, അതിനകത്ത് പറയാൻ പറ്റില്ല. അത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവർ അത് സ്വയം ക്ഷമിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അല്ല, നമ്മൾ പറയുന്ന സത്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാലും അത് മറ്റുള്ളവർക്ക് ഞാൻ ഈ പറയുമ്പോൾ അതൊരു പിന്നെ എന്നിലൊരു ദേഷ്യം തോന്നാം. മനസ്സുണ്ടെങ്കിൽ അവർ എന്നെ ഇതാക്കും. എന്നാലും ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കുക. ഇപ്പം ജ്യോതിഷത്തിൻ്റെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ശാസ്ത്രവശം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ദൈവജ്ഞൻ പറയുന്ന രീതിക്കനുസരിച്ചിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു 80% നമുക്ക് പരിഹരിച്ച് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അവരവരുടെ ദിനചര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് കുറേ പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് യാതൊരുവിധ നെഗറ്റീവും നമുക്ക് ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ അനാവശ്യമായിട്ടുള്ള നൂറുകണക്കിന് ജ്യോത്സ്യന്മാരെ കണ്ട് പരിഹരിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് പരിഹരിച്ച് പോകാൻ പറ്റും. അതായത് അങ്ങയുടെ അടുത്ത് പോലും വരണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ് എൻ്റെ രീതി. പറഞ്ഞു കൊടുക്കാനായിട്ടൊരു ഗുരു ഉണ്ടാവണമല്ലോ. അവിടെയാണ് നമ്മൾ ശാസ്ത്രവശം നമ്മൾ ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലെ എൻ്റെ അടുത്തോ അല്ലെ മറ്റുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകില്ലെന്നല്ല പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രവശം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത് ഒരു പിന്നെ ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആയിട്ടുള്ള ആ പറ്റിപ്പിൽ ചെന്ന് പെടാതിരിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. അപ്പോൾ അതാണ് പലപ്പോഴും പറയും ജ്യോത്സ്യന്മാർ പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. പല പിന്നെ ഇതും ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ഈ അടുത്ത കാലത്തുള്ള അതായത് ഒരു 2 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവം എൻ്റെ ശ്രീമതിക്കും അറിയാവുന്നതാണ്. ആ പെൺകുട്ടിക്ക് 48 വയസ്സും പുരുഷന് 52-53 വയസ്സും. അവർ ദുബായിൽ നല്ല സെറ്റിലാണ്. അവർക്കിവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20-23 വർഷത്തോളം എന്തോ ആയി. ഇതുവരെയും സന്താനങ്ങളില്ല. അപ്പോൾ പലയിടത്തും പോയി അവർ പല കാരണം ചെയ്തു. ഇനി അവസാനം അവരുടെ സമയം നല്ലതായതുകൊണ്ടാണെന്നുള്ള അറിയില്ല. എൻ്റെ മുമ്പിൽ ആരോ പറഞ്ഞ് എൻ്റെ മൂലം ഒന്ന് പെട്ടു. ഞാൻ അതിന് വേണ്ടതായിട്ടുള്ള
ചെറിയ 1-2 ഉപദേശങ്ങളും കൊടുത്തു, ചെറിയ പരിഹാരങ്ങളും പറഞ്ഞു കൊടുത്തു. അവർ ചെയ്തു. കറക്റ്റ് ഒരു 3 മാസമായപ്പോൾ തന്നെ അയാൾ പ്രഗ്നൻ്റായി. കാരണം എനിക്ക് ഇവിടെ നടന്ന അനുഭവം ശ്രീമതി കൊണ്ട് ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? സാധാരണ നമുക്ക് ഒരു ജ്യോതിഷത്തിൽ നമുക്കിങ്ങനെ ഒരു സന്താന ലബ്ധി അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അല്ല, അത് നമുക്ക് ജാതകം നോക്കുമ്പോൾ അറിയാമല്ലോ. ജാതകം നോക്കുമ്പോഴത്തേക്ക് സന്താന ഭാഗ്യം പൂർണ്ണമായിട്ടും ഉണ്ടോ എന്നുള്ളതും, അല്ല സന്താന ഇല്ലായ്മ അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും പിന്നെ ഒരു ബ്രേക്കിങ് വരുന്ന കാലഘട്ടം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ജാതകം നോക്കുമ്പം ആ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പരിഹരിക്കപ്പെടും. പക്ഷേ ഈ വന്ന വ്യക്തികൾ നിരന്തരം കഴിഞ്ഞ 10-23 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് സന്താനങ്ങളില്ല, പല മെഡിസിൻ വരെ അവർ ചെയ്തു എന്നുള്ളതാണ് ഓവറായിട്ട്. അവിടെ നിന്നൊക്കെ എന്തോ തമ്പുരാൻ്റെ കൃപാകടാക്ഷം കൊണ്ടും എൻ്റെ സമയം കൊണ്ടും അവരുടെ ഇതെല്ലാം കൊണ്ടും ഞാൻ ആ പറഞ്ഞ രീതിക്കനുസരിച്ചത് സമയമാണല്ല അല്ലേ? അതിനൊക്കെ സമയമാണല്ല. സമയത്തിന് അതീതമായി നമ്മളാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്തിനാണ് കാര്യം. ഈ ചില സമയങ്ങളിൽ പക്ഷേ അവർക്ക് ആ കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ എത്ര വയസ്സായി കാണും? ആ കുഞ്ഞിന് ഇപ്പോൾ 2 വയസ്സ്. അപ്പോൾ സമയമാണല്ല. അപ്പോൾ ഈ സമയത്തിൽ ചില ആൾക്കാർ ചിലരുടെ സമയങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, എനിക്ക് മുന്നോട്ട് ഇനി എൻ്റെ വിധി എന്താണ്, ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആവാറുണ്ട്. അത് ഒരു ശാസ്ത്രത്തിനെ കൊണ്ടോ ഒരു സയൻസിനെ കൊണ്ടോ ചിലപ്പോൾ നമുക്ക് അതിനൊരു മറുപടിയോ അതിനൊരു ഇത് എന്തു പറയണതിന് അതിനൊരു പരിഹാരം ഉണ്ടാവില്ല. പരിഹാരം ഇല്ലാന്നല്ല, അല്ല ഞാൻ പറയും ശാസ്ത്രത്തിന് ചിലപ്പോൾ പരിഹാരം കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ജ്യോതിശാസ്ത്രത്തിന് എന്ത് പരിഹാരമാണുള്ളത്? പരിഹാരമല്ല, ആദ്യം ഇതിനകത്ത് അയാൾ ദരിദ്രനാവാനുള്ള യോഗമുണ്ടോ, അല്ലെങ്കിൽ മറ്റേ ഉയർന്ന ഇതിലിരിക്കാനുള്ള യോഗമുണ്ടോ എന്നൊക്കെ ഉള്ള ഇത് നമ്മൾ പരിശോധിക്കും. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ജാതകം എഴുതുന്ന സമയത്ത് തന്നെ എന്തെല്ലാം യോഗങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ജാതകത്തിൻ്റെ ആദ്യ ഘട്ടം നമ്മൾ റെഡിയാക്കിയിട്ട് 2ാം ഘട്ടം അതിനകത്ത് യോഗങ്ങൾ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ എന്താണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കും. പിന്നെ എന്തൊക്കെ യോഗങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് ദരിദ്രയോഗം അല്ലെങ്കിൽ കേമദ്രിമ യോഗം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുണ്ടെങ്കിൽ പിന്നെ ഇതിന് എത്ര വലിയ ചക്രവർത്തി എന്ന് പറഞ്ഞാലും ശരി, പിച്ച ചട്ടി എടുത്തിരിക്കും.